ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവേശനോത്സവം കൊണ്ടാടി. 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പുതിയ കുടയും സ്കൂൾ ബാഗും നായരമ്പലം സാറിന് ബാങ്കും നായരമ്പലം നായർ കരയോഗവും ചേർന്ന് നൽകി. വാർഡ് മെമ്പർ NK ബിന്ദു, ബാങ്ക് പ്രസിഡന്റ് ജോഷി, PTA പ്രസിഡന്റ് PK രാജീവ്, മാനേജർ VC പ്രസന്നകുമാരൻ, ഹെഡ്മിസ്റ്റർ ശ്രീഭദ്ര P, പ്രിൻസിപ്പൽ മിനി, ബീന KB എന്നിവർ സംസാരിച്ചു. സ്നേഹിത ജനറൽ ഹെൽത്ത് ഡെസ്കിന്റെ ടൈം ടേബിൾ വിതരണവും രക്ഷാകർത്ത ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, മറ്റ് പ്രമുഖരെല്ലാവരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഇതേ സമയം പ്രവേശനോത്സവം കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം പാഠ്യപദ്ധതി നവീകരണം. നമ്മുടെ പാഠ്യപദ്ധതി നവീകരിച്ച് പുതിയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളുടെയും പഠന പ്രവർത്തനങ്ങളുടെയും അവതരണമാണ് ഈ വർഷം മുതൽ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായി 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി ക്ലാസ്സുകളിലേത് അടുത്ത വർഷം പരിഷ്കരിച്ച പുസ്തകങ്ങളായിരിക്കും നാം പഠിക്കുന്നത്. ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും, ഒരു 100-ലധികം വിദ്യാർത്ഥികൾ പുതുതായി നമ്മുടെ ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രകൃതി പോലും നമ്മുടെ ഈ ഉത്സവത്തിന് അനുകൂലമായി വളരെ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നേഹ സംഗമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി സ്കൂൾ കൊയർ ഗ്രൂപ്പിനെ പ്രവേശനോത്സവം കൂടി കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഭഗവതിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷവും നമ്മളത് വളരെയധികം ഭംഗിയായി കൊണ്ടാടുവാനായിട്ട് പ്രകൃതി നമ്മളെ ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്നു എന്ന സന്തോഷം ഏറെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെമ്പാടും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശന ഉത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഈ ചടങ്ങ് ഭംഗിയാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും, എൻ്റെ പ്രിയങ്കരായ നാട്ടുകാരെയും, എൻ്റെ രക്ഷകർത്താക്കളെയും, സ്റ്റാഫ് അംഗങ്ങളെയും, മാധ്യമപ്രവർത്തകരെയും, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും, സമൂഹത്തിലെ എല്ലാ വ്യക്തികളെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായി ഈ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ PK രാജീവ് അവർക്കൽ സർ, അദ്ദേഹം പാരന്റ് ടീച്ചർ അസോസിയേഷന്റെ ഒരു നെടുംതൂണായിട്ട് തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ പ്രവേശനോത്സവ പരിപാടി നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായിട്ട് 100% വിജയം നേടുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം കുട്ടികൾ, ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലും വളരെയധികം കുട്ടികൾ കടന്നു വരുന്നുണ്ട്. പൊതുവിദ്യാലയം ശക്തിപ്പെടുത്തുക എന്നുള്ള കേരള സർക്കാരിൻ്റെ ആ പ്രവർത്തനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ മികവും പുലർത്തിക്കൊണ്ട് കേരളത്തിലെമ്പാടും പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വിദ്യാഭ്യാസേതര പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ
സ്പോർട്സ് രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന അപൂർവ സ്കൂളുകളിലൊന്നാണ് നമ്മുടെ. വിദ്യാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ആദ്യമായി ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം കുറച്ച് സമയങ്ങൾക്ക് മുൻപ് തന്നെ എറണാകുളം ജില്ലയിലെ എളമക്കരയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ അധ്യയന വർഷത്തിലേക്ക് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ ആദ്യത്തെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിലബസിന്റെ കരിക്കുലം ചർച്ച ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നാം നടത്തുകയുണ്ടായി. അതനുസരിച്ച് പാഠ്യപദ്ധതിയിൽ വളരെയധികം മാറ്റങ്ങൾ ഈ അധ്യയന വർഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഉണ്ടാകുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും വിവര സാങ്കേതിക വിദ്യയുടെ പ്രചരണത്തെ സംബന്ധിച്ചും അതിന്റെ വിപുലീകരണം എങ്ങനെയാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുമെല്ലാം വളരെ വിശദമായി നാം പാഠ്യപദ്ധതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു പാഠം വളരെ ഭംഗിയായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ തൊഴിലിടമാണ് അടുക്കള എന്നുള്ളത് വളരെ നന്നായി പാഠപുസ്തകത്തിൽ ഇത്തവണ വരയിൽ തന്നെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ പരിഷ്കരണം ഉണ്ടാക്കുകയും കുട്ടികളെ ഒരു പഠനത്തിന് ശേഷം 12ാം ക്ലാസ്സിലെ പഠനത്തിന് ശേഷം അവരേത് മേഖലയിലേക്കാണ് തിരിയേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യവും വ്യക്തവുമായ ധാരണ കൊടുക്കുക എന്നുള്ളതാണ് സിലബസ് പരിഷ്കരണം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിദ്യാലയം എന്ന നിലയിലും തുടർന്നിങ്ങോട്ട് പുതിയ വിദ്യാലയങ്ങളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും വന്നതോടുകൂടി കുറെ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടായത് നമ്മൾക്കറിയാം. തുടർന്നിങ്ങോട്ട് വന്ന സർക്കാരുകളുടെ ശ്രമഫലമായിട്ടാണ് വീണ്ടും പൊതുവിദ്യാലയങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥികളുടെ ഒഴുക്ക് പുനരാരംഭിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞു വളരെയേറെ വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിലേക്ക് പുതിയതായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നേരത്തെ കൂണുപോലെ മുളച്ചിരുന്ന പ്രൈവറ്റ് വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി പോകുന്നതുമുണ്ട്, അല്ലെങ്കിൽ ഡിവിഷൻ കൊഴിഞ്ഞുപോക്കും തുടരുന്നുണ്ട്. ഏതായാലും സർക്കാരിന്റെ ശ്രമഫലമായിട്ടുള്ള ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. മുമ്പെല്ലാം പൊതുവിദ്യാലയങ്ങൾ ഒഴിച്ച് മറ്റ് പ്രൈവറ്റ് സ്കൂളിലേക്കൊക്കെ ഒരു കുട്ടിയെ പറഞ്ഞടക്കാൻ ആയിരക്കണക്കിന് രൂപ ചെലവഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോ വളരെ നിസ്സാരമായിട്ടുള്ള ചെലവ് പോലും വരാത്ത രീതിയിൽ ഇപ്പോൾ സ്കൂൾ യൂണിഫോം, പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ വിവിധ സംഘടനകളിലൂടെ എല്ലാം വിതരണം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വളരെ തുച്ഛമായ തുക മാത്രമേ ഓരോ മാതാപിതാക്കൾക്കും ചെലവാക്കേണ്ടി വരുന്നുള്ളൂ. ന്യൂസുകൾ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.